ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ബ്ലോക്ക് 4ന്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് പോവുകയാണ്. ബ്ലോക്ക് 4 എന്താണ്? പൊളിറ്റിക്കൽ പ്രോസസ് ആൻഡ് ദ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെ. അതിൽ നമ്മുടെ യൂണിറ്റ് 1ലേക്ക് നമ്മൾ ഡയറക്റ്റ് പോവുകയാണ്. യൂണിറ്റ് 1 എന്താണ്? ദ പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ, ഫീച്ചേഴ്സ് ആൻഡ് റീസെന്റ് ട്രെൻഡ്സ്. ഈ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും 4 സെക്ഷനിൽ ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഒന്നാമത്തെ സെക്ഷൻ ആയിട്ടുള്ള എയില് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ. വാട്ട് ഈസ് എ പൊളിറ്റിക്കൽ പാർട്ടി? ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ് ദാറ്റ് സീക്സ് ടു വിൻ പവർ ത്രൂ ഇലക്ഷൻസ് അല്ലെ. അപ്പൊ ഇലക്ഷനിലൂടെ അധികാരത്തിൽ എത്തുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസ്ഡ് ഗ്രൂപ്പിനെയാണ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് എന്നാണ് അതിന്റെ ഉത്തരം. അപ്പൊ നിങ്ങൾ അത് അതേപോലെ തന്നെ സെന്റൻസ് എഴുതാൻ ശ്രമിക്കാം. ഇനി മറ്റൊരു ചോദ്യം ഇങ്ങനെ പ്രതീക്ഷിക്കാം. വാട്ട് ടൈപ്പ് ഓഫ് പാർട്ടി സിസ്റ്റം ഡസ് ഇന്ത്യ ഹാവ്? ഇന്ത്യ ഏത് തരത്തിലുള്ള ഒരു പാർട്ടി സിസ്റ്റമാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് മൾട്ടി പാർട്ടി സിസ്റ്റം അല്ലെ. 1ൽ കൂടുതൽ അല്ലെങ്കിൽ 2ൽ കൂടുതൽ പാർട്ടി സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് അവിടെ മൾട്ടി പാർട്ടി സിസ്റ്റം എന്ന പേര് നമ്മൾ പ്രയോഗിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് എ കോയലേഷൻ ഗവൺമെന്റ് അല്ലെ. കോയലേഷൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം. ഉത്തരം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും വലിയ 2 ഇലക്ഷനൊക്കെ കഴിഞ്ഞ് വന്നതുകൊണ്ട് തന്നെ എല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും എന്താണ് കോയലേഷൻ എന്നുള്ള ആ ഒരു ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഉത്തരം എങ്ങനെയാണ് എഴുതേണ്ടത്? നിങ്ങൾ എന്താണ്? എ ഗവൺമെന്റ് ഫോംഡ് ബൈ 2 or more പാർട്ടീസ് അല്ലെ. 2 അതിൽ കൂടുതലോ പാർട്ടികൾ ഒന്നിച്ചു ചേർന്നിട്ട് ഒരു ഗവൺമെന്റിൽ അധികാരത്തിൽ നിൽക്കുന്നതിന്റെ അവസ്ഥേനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കോയലേഷൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് എ നാഷണൽ പാർട്ടി? ദേശീയ പാർട്ടി എന്നാൽ എന്താണ്? ദേശീയ പാർട്ടി എന്നാൽ എന്താണ്? എ പാർട്ടി വിത്ത് സപ്പോർട്ട് ഇൻ മോർ ദാൻ 1 സ്റ്റേറ്റ് അല്ലെ. അപ്പം ഒരു 1ൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ അധികാരത്തിലുള്ള പാർട്ടികളെയാണ് നമ്മൾ ദേശീയ പാർട്ടികൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ, അപ്പൊ ഒബിയസ്ലി വരുന്ന അടുത്ത ചോദ്യമായിരിക്കും എന്ത്? അപ്പൊ റീജിയണൽ പാർട്ടി എന്താണെന്ന് അല്ലെ. അത് തന്നെയാണ് നമ്മളിവിടെ ചോദ്യമായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് എ റീജിയണൽ പാർട്ടി? എന്താണ് ഉത്തരം? എ പാർട്ടി മെയിൻലി ആക്റ്റീവ് ഇൻ 1 സ്റ്റേറ്റ് ഓർ റീജിയൻ അല്ലെ. ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയനിലോ മാത്രം അധികാരത്തിലുള്ളതോ പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള പാർട്ടികളാണ് നമ്മൾ റീജിയണൽ പാർട്ടി എന്നും പറയുന്നത്. ഇനി നേരിട്ട് നമ്മൾ സെക്ഷൻ ബിയിലേക്ക് കിടക്കുകയാണ്. സെക്ഷൻ ബിയിൽ 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാലോ അല്ലെ. അപ്പം നമ്മൾ 2 അതിൽ കൂടുതലോ 2 മുതൽ 5 വരെ സെന്റൻസുകളിൽ നമുക്ക് അവിടെ ഉത്തരം എഴുതാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താണ്? വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ പാർട്ടി സിസ്റ്റം? ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ അതിന് ഉത്തരം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം എന്ന രീതിയിലാണ് മിസ് അവിടെ സൂചികയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ ഹാസ് എ മൾട്ടി പാർട്ടി സിസ്റ്റം, റെഗുലർ ഇലക്ഷൻസ് ആൻഡ് കോയലേഷൻ പൊളിറ്റിക്സ് അല്ലെ. അപ്പൊ എല്ലാ പ്രത്യേകതകളും എല്ലാ ഫീച്ചേഴ്സും അവിടെ വരണം. ഈ പോയിന്റുകളൊക്കെ അവിടെ ഉറപ്പായിട്ടും വരണം. റീജിയണൽ പാർട്ടീസ് ഓൾസോ പ്ലേ എ മേജർ റോൾ ഇൻ ഗവൺമെന്റ് ഫോർമേഷൻ അല്ലെ. നമുക്കറിയാം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലായാലും എക്സാമ്പിൾ തമിഴ്നാട്, കേരള, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ റീജിയണൽ പാർട്ടീസിന് അവരുടേതായിട്ടുള്ള റോൾ ഉണ്ട്. അത് പല സ്ഥലങ്ങളിലും അധികാരത്തിൽ ഇരിക്കുന്നത് പോലും റീജിയണൽ പാർട്ടീസ് ആണ്. അപ്പൊ അത് നമ്മൾ അവിടെ നമ്മുടെ ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറായിട്ട് കാണിക്കണം. ഇനി അടുത്ത ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് മെൻഷൻ 2 റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ പൊളിറ്റിക്സ്. അപ്പം റീസെന്റ് ആയിട്ടുള്ള മേജർ ആയിട്ടുള്ള ട്രെൻഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളവിടെ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പറയുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ്? കോയലേഷൻ പൊളിറ്റിക്സ് ആൻഡ് ദ ഗ്രോയിങ് ഇൻഫ്ലുവൻസ് ഓഫ് റീജിയണൽ പാർട്ടീസ് അല്ലെ. മിസ് നേരത്തെ പറഞ്ഞു റീജിയണൽ പാർട്ടീസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് അവിടെ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് നിലവിൽ നമ്മുടെ സിറ്റുവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ. അപ്പൊ അതവിടെ ഒരു പ്രത്യേകതയായിട്ട് നിങ്ങൾക്ക് ആ ഉത്തരത്തിൽ കൊടുക്കാം. മറ്റൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് എന്താണ്? ദർ ഇസ് ഓൾസോ ഇൻക്രീസിങ് പേഴ്സണലൈസേഷൻ ആൻഡ് മീഡിയ ബേസ്ഡ് ക്യാമ്പയിനിങ് അല്ലെ. അപ്പൊ വ്യക്തി കേന്ദ്രീകൃതമായിട്ടോ അല്ലെങ്കിൽ വ്യക്തി അധിഷ്ഠിതമായിട്ടോ ഉള്ള പാർട്ടി പ്രവർത്തനം നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും കൂടുതലായിട്ട്. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും മിസ് കടക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഈ വ്യക്തിപ്രഭാവം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ അതിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് അല്ലെ. അപ്പൊ അത് നിങ്ങൾ എഴുതുക. ഇനി ഇത് കൂടാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിലുള്ള ജനറൽ നോളജിൽ നിന്ന് ഉള്ളുകൊണ്ടുള്ള ഒരുപാട് ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ്, ശരിയായ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അതിലേക്ക് ഉൾക്കൊള്ളിക്കാം. എന്നിരുന്നാലും മേജറായിട്ട് ഇത്രയും പോയിന്റുകൾ ഉൾക്കൊള്ളിക്കാൻ ശ്രദ്ധിക്കാം. ഇനി സെക്ഷൻ ബിയിൽ അവസാനത്തെ ചോദ്യമാണ് എന്ത്? വൈ ആർ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇമ്പോർട്ടന്റ് ഇൻ ഡെമോക്രസി? ഡെമോക്രസിയിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പില് എന്തുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം അത്യന്താപേക്ഷിതമാണ് എന്ന രീതിയിലാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഉത്തരം എന്താണ്?
ദേ കണക്ട് പീപ്പിൾ വിത്ത് ഗവൺമെന്റ്, അല്ലെ? അപ്പം ജനങ്ങളുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിൽ എത്തിക്കുക, ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുക എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസ് പൊളിറ്റിക്കൽ പാർട്ടീസ് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേ കണക്ട് പീപ്പിൾ വിത്ത് ഗവൺമെന്റ് എന്നുള്ള പോയിന്റിൽ നിങ്ങൾ അതെല്ലാം എലാബറേറ്റ് ചെയ്ത് അങ്ങനെ എഴുതണം. ദേ ഓൾസോ ഓർഗനൈസ് ഇലക്ഷൻസ് ആൻഡ് ഹെൽപ്പ് ഫോം പബ്ലിക് ഒപ്പീനിയൻ, അല്ലെ? അപ്പൊ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ ആ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ഉൾക്കൊള്ളിക്കാം. ഇനി അടുത്തത് സെക്ഷൻ സിയിലാണ്. സെക്ഷൻ സിയിൽ 5 മാർക്കിന്റെ ചോദ്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പം സെക്ഷൻ സിയിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള രീതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? പ്രധാനമായും 2 ചോദ്യങ്ങളാണ്. എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദ പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പം നമ്മുടെ ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഇതിന് കുറച്ചും കൂടെ പോയിന്റുകൾ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം, അല്ലെ? ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ മാർക്കിനനുസരിച്ചുള്ള ഉത്തരങ്ങളായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത്. എന്താണ് കൊടുത്തിരിക്കുന്നത്? മൾട്ടി പാർട്ടി നേച്ചർ, അതുപോലെ തന്നെ മറ്റൊരു ഫീച്ചർ ഡോമിനൻസ് ഓഫ് നാഷണൽ ആൻഡ് റീജിയണൽ പാർട്ടീസ്, അല്ലെ? അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഒരു ഫീച്ചറാണ്, അത് കൊടുക്കണം. കൊയലേഷൻ ഗവൺമെന്റ്, അല്ലെ? അത് എല്ലാ രാജ്യങ്ങളിലൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രവണതയല്ല ഈ കൊയലേഷൻ ഗവൺമെന്റ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിന്റെ ഫീച്ചറാണ്, അത് പ്രത്യേകം എടുത്ത് പറയണം. ഇലക്ഷൻ ബേസ്ഡ് കോമ്പറ്റീഷൻസ്, അല്ലെ? ഇപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ കോമ്പറ്റീഷൻസ് പല രീതിയിലും ഇന്ത്യയിൽ നിൽക്കുന്നുണ്ട്, അതും മറ്റൊരു പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ അടുത്ത അവസാനത്തെ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ലിങ്ക് ബിറ്റ്വീൻ പാർട്ടീസ്, വോട്ടേഴ്സ് ആൻഡ് പോളിസി മേക്കിംഗ്, അല്ലെ? അപ്പൊ അത് വ്യക്തമായിട്ട് നിങ്ങൾ ഇത്രയും പോയിന്റുകളെങ്കിലും മിനിമം ഉൾക്കൊള്ളിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് 5 മാർക്കിന്റെ ഉത്തരമായിട്ട് അത് എഴുതി പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനി സെക്ഷൻ സിയിലെ 2ാമത്തെ ചോദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് ഡിസ്കസ് റീസെന്റ് ട്രെൻഡ്സ് ഇൻ ദ ഇന്ത്യൻ പാർട്ടി സിസ്റ്റം, അല്ലെ? റീസെന്റ് ആയിട്ടുള്ള എന്തെല്ലാം ട്രെൻഡ്സുകളായിരിക്കാം അതിനകത്ത് ഉണ്ടാവുക എന്നതാണ്. അപ്പം അതിനകത്ത് നമ്മൾ കൂടുതൽ പോയിന്റുകൾ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യം കൊണ്ട് മിസ് ഉദ്ദേശിക്കുന്നത്. മുകളിലെ 2 മാർക്കിന്റെ ചോദ്യത്തിന് 2 മാർക്കിനനുസരിച്ച് ഉത്തരങ്ങൾ എഴുതുക. 5 മാർക്കിലേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ട് മോർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? റൈസ് ഓഫ് കൊയലേഷൻ പൊളിറ്റിക്സ് ഒരു വലിയ പ്രത്യേകതയാണ്. അടുത്തതാണ് ഗ്രോത്ത് ഓഫ് റീജിയണൽ പാർട്ടീസ്, അല്ലെ? അത് ഇമ്പോർട്ടന്റ് ആണ്, അത് കൊടുക്കുക. ഡിക്ലൈൻ ഓഫ് സിംഗിൾ പാർട്ടി ഡോമിനൻസ് ഇൻ മെനി പീരിയഡ്സ്. അപ്പം ഒരു പല സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ പല റീജിയനിലും ഒക്കെ സിംഗിൾ പാർട്ടി ഡോമിനൻസ് ഡിക്ലൈൻ ചെയ്തു, അത് അവസാനിക്കുന്ന ഒരു പ്രവണത നമുക്ക് ഇപ്പൊ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, അത് നിങ്ങൾ ഉറപ്പായിട്ടും കൊടുക്കണം. ഉദാഹരണങ്ങൾ സഹിതം കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെ നല്ലത്. ഓക്കെ, ഇനി മറ്റൊന്നാണ് യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് മീഡിയ ഇൻ ക്യാമ്പയിൻസ്, അല്ലെ? അപ്പം ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നവമാധ്യമങ്ങളുടെ കടന്നുവരവോടുകൂടി ആ നവമാധ്യമങ്ങൾ എങ്ങനെ ക്യാമ്പയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം എന്ന രീതിയിൽ ടെക്നോളജീനെ യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് എടുത്തു പറയണം. അടുത്തത് ലാസ്റ്റത്തെ പോയിന്റ് ആണ് ഐഡന്റിറ്റി, കാസ്റ്റ് ആൻഡ് റീജിയണൽ മൊബിലൈസേഷൻ, അല്ലെ? അപ്പം കാസ്റ്റിന്റെയും ഐഡന്റിറ്റിയുടെയും അതുപോലെ തന്നെ റീജിയൻ ബേസിലുമൊക്കെ എങ്ങനെയാണ് വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നത്, അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. ഇനി സെക്ഷൻ ഡിയിലേക്ക് പോവുകയാണെങ്കിൽ 10 മാർക്കിന്റെ ഒരു എസ്സേ ആണ്. അതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം എന്ന് പറയുന്നത് ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ആൻഡ് റീസെന്റ് ട്രെൻഡ്സ് ഓഫ് ദ പാർട്ടി സിസ്റ്റം ഇൻ ഇന്ത്യ, അല്ലെ? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ചോദ്യം നമുക്ക് 10 മാർക്കിന്റെ ചോദ്യമായിട്ട് ഇങ്ങനെയും പ്രതീക്ഷിക്കാം. അപ്പൊ അതിനകത്ത് ഉത്തരങ്ങൾ എന്തൊക്കെ കൊടുക്കേണ്ടി വരും? മീനിങ് ആൻഡ് റോൾ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് കൊടുക്കണം. മൾട്ടി പാർട്ടി സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെ? മൾട്ടി പാർട്ടി സിസ്റ്റവും അതിന്റെ പ്രത്യേകതകളും കൊടുക്കുക. നാഷണൽ ആൻഡ് റീജിയണൽ പാർട്ടീസ് അത് കൊടുക്കുക. കൊയിലേഷൻ പൊളിറ്റിക്സ് ആൻഡ് അലയൻസ് ഫോർമേഷൻ അത് കൊടുക്കുക. ഇലക്ട്രൽ കോമ്പറ്റീഷൻ ആൻഡ് ക്യാമ്പയിൻ ചേഞ്ചസ് അത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇമ്പാക്ട് ഓഫ് കാസ്റ്റ്, റീജിയൻ, റിലീജിയൻ ആൻഡ് മീഡിയ, അല്ലെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ കൊടുക്കാം. ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇന്ത്യൻ പാർട്ടി സിസ്റ്റത്തിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടും നിങ്ങൾ ആ എസ്സേ അതിനകത്ത് ക്രിറ്റിസിസം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇനി അവസാനത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് കൺക്ലൂഷൻ ആയിട്ട് നിങ്ങൾക്ക് കൺക്ലൂഷൻ ഓൺ ദ ചേഞ്ചിങ് നേച്ചർ ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, അല്ലെ? അപ്പം ഒരു പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയിൽ നിന്നും മാറി എങ്ങനെയാണ് ടെക്നോളജിക്കൽ ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ഡെമോക്രാറ്റിക് പ്രോസസ്സിലും ആളുകളുടെ പാർട്ടിസിപ്പേഷനിലും പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷനിലും ഒക്കെ വരുന്നത് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നതിനുള്ളതിൻ്റെയൊക്കെ നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളിക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ യൂണിറ്റ് 1 എന്ന് പറയുന്നത്.